എഴുന്നേറ്റാ? ഞാൻ പോയപ്പോ നല്ല ഉറക്കായിരുന്നല്ല. എഴുന്നേക്കാണ്ടിരിക്കാൻ പറ്റുമോ പോലീസിന്റെ ഇടി കൊണ്ടിട്ട്? എന്റെ പൊന്നു മനുഷ്യ, ആ കൂളിംഗ് ഗ്ലാസ് ഊരി വെച്ചേച്ച് നിങ്ങൾ എന്നെ അന്നച്ചേ. നല്ല കളിയായി പോയി. ഇതെനിക്ക് മോഹൻലാൽ തന്ന ഗ്ലാസ്സാ. ഇത് ഊരണ പ്രശ്നമില്ല. ശരീരം മുഴുവൻ വേദനയാ. അതാ ഞാൻ ഈ സാമാനം ചെയ്യണം. നീ ഏതമ്പലത്തിലാടി പോയത്? ഞാൻ പന്നിക്കോട്ട അമ്പലത്തിലാ പോയത്. ആണല്ലേ? നീ എന്തൊക്കെ പ്രാർത്ഥിച്ചടി പോയി? അവിടെ വെച്ചേ മാങ്കുളത്ത് അമ്പിളിയെ കണ്ട്. കഴുത്ത് നിറച്ചു മാലയാ. 10-20 പവനുണ്ടെന്നേ. ഒരെണ്ണം പൊട്ടിക്കാൻ തോന്നി. എടി പുത്തൂസേ, നീ പൊട്ടിക്കാഞ്ഞ നന്നായി. ഇല്ലെങ്കിൽ അവളെ നിന്നെ പൊട്ടിക്കാന്. ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് പിണങ്ങുവോ? ഇല്ല, നീ പറയടി നിന്ന് കുണുങ്ങാതെ. ബാ. നമുക്ക് രക്ഷപ്പെടണ്ടേ? ഞാനൊരു ഐഡിയ പറയട്ടെ. നമ്മൾ എത്ര നാൾ ഇങ്ങനെ വാടക വീട്ടിൽ കിടക്കും? നിങ്ങൾ മാങ്കുളത്ത് പോകണം, അമ്പിളിയെ കാണണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവളെ സ്നേഹിച്ച് വശത്താക്കണം. അപ്പോഴേക്കും ചെറുവിരൽ അനങ്ങിയാൽ അവൾ അനുസരിക്കണം. മാങ്കുളത്തുകാരോട് കളി വേണ്ട. അവരെ ആനയും അമ്പാരിയുള്ള ആൾക്കാരാ. എന്നെ അവരുടെ കയ്യിൽ കിട്ടിയാൽ എൻ്റെ ബോഡി വല്ല റെയിൽവേ ട്രാക്കിലോ പൊട്ടക്കിണറ്റിലോ കാണും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവരുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ആനകള് നമ്മുടെ മുറ്റത്ത് നിൽക്കണം. അവിടെയാണ് ആപ്പുവട്ടന്റെ കഴിവ്. നീ എന്നെ കൊലയ്ക്ക് കൊടുത്തേ സമ്മതിക്കുള്ളൂ അല്ലേ? ഞാൻ നാളെ തൊട്ട് വല്ല പണിക്കും പോവുക. ദേ കിടക്കണ് എന്റെ പൊന്നു മനുഷ്യ. എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മയക്കി കുണുക്കി എടുത്ത് അവളുടെ സ്വത്തും സ്വർണവും പണവും അടിച്ചു മാറ്റാൻ നോക്ക്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ അവിടെ ഒന്ന് കയറിയതാ. അവസാനം പോലീസിന്റെ തല്ലും കൊണ്ട് പട്ടി ചന്തയ്ക്ക് പോയ പോലെയായി. ഞാൻ അമ്പലത്തിൽ വെച്ച് അമ്പിളിയെ പരിചയപ്പെട്ട് അപ്പോഴത്തേനും അറിയാന്ന് പറഞ്ഞ് ഫോൺ നമ്പർ ചോദിച്ച് ഞാൻ കൊടുത്ത്. എല്ലാം വെച്ച് എന്തൊരു സ്നേഹമായിരുന്നു അറിയാവാ. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അവളായിരിക്കും. അവളാ എടുത്തോ. ഹലോ, ആ അമ്പിളി, ചെല്ലെന്ന് പറഞ്ഞു. ചെല്ല്. നീ എന്നെ വിശേഷങ്ങളൊക്കെ? എനിക്ക് കാണണം. എന്റെ കണ്ണുകൾ അപ്പോട്ടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇങ്ങ് വരണം. വാ ഇങ്ങോട്ട്. ഞാനിതാ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ എത്തും. ഞാൻ റോഡിലേക്ക് നോക്കിയിരിക്കുവാ. ഇപ്പൊ തന്നെ വരണം കേട്ടോ. ഇപ്പൊ തന്നെ എത്തും. എന്താ കണ്ണകി കാവേരിക്കരയിലെത്തി. ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചോ കണ്ണീർ കനകച്ചിലമ്പോ ചിലമ്പി. രാജരഥങ്ങൾ ഊർവലം പോകും മാമധുരാപുരി നീളത്തിരഞ്ഞു ചെന്തമിഴ് കോവലനെ പാവം കണ്ണീര കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി. ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പോ ചിലമ്പി. അപ്പോട്ടാ എന്താ വെച്ച വിശേഷം? മുഖം വല്ലാതിരിക്കുന്നല്ലോ. വാ കയറി വാ. മതി. അമ്മ രാവിലെ ബാത്റൂമിലൊന്ന് വീണു. ആസ്പത്രി ഉടനെ കൊണ്ടുപോയി.
വലത് കാലിൽ അസ്ഥിക്ക് പൊട്ടലുണ്ടെന്നാ ഡോക്ടർ പറയുന്നത്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? പ്ലാസ്റ്റർ ഇട്ട് കിടത്തിയിരിക്കുക. ചിലപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്. അയ്യോ, ഇനി എന്ത് ചെയ്യും? അമ്മയുടെ അടുത്ത് ആരുണ്ട്? ഇളയവനും ഭാര്യയും അവിടെ ഉണ്ട്. ഞാൻ നിന്നെ പലവട്ടം വിളിച്ചു, എന്നിട്ട് കിട്ടാത്ത കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാ, നമുക്ക് പോകാം. അയ്യോ, അച്ഛൻ എനിക്ക് വരാൻ പറ്റില്ല. അപ്പോട്ടൻ വരും, അതാ ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോട്ടനോ? അതാരാ? അപ്പോ അതാരാന്ന് പറഞ്ഞു? അയ്യോ, അതെ, ദുബായിലെ അശോകൻചാന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാ. അപ്പൊ എന്നോട് ഫോൺ ചെയ്തപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ ആളാ. അമ്മ കിടന്ന കിടപ്പിലാ, നീയും കൂടി വന്നാലേ പറ്റൂ. അല്ല, അപ്പു എപ്പോ വരും? ഉടനെ വരാമെന്നാ പറഞ്ഞത്. അവിടുന്ന് പോന്നിട്ടുണ്ട്. നന്നായി, അപ്പു വരട്ടെ. എനിക്ക് അവനെ ഒന്ന് കാണാലോ. എന്നിട്ട് നമുക്ക് രണ്ടുപേർ കൂടി ആസ്പത്രിയിലേക്ക് പോകാം. അല്ലച്ച, അങ്ങനെ പറഞ്ഞ ശരിയാവില്ല. അച്ഛൻ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. ഞാൻ നിന്നെയും കൊണ്ടേ പോവുള്ളൂ. നീ ഇച്ചിരി വെള്ളം ചൂടാക്ക്. ഞാനൊന്ന് കുളിച്ചില്ല. ഇയാൾ കുടുംബ കലക്കണ ലക്ഷണാണല്ലോ. അച്ഛൻ എന്ത് വർത്താനം വെച്ച് പറഞ്ഞത്? അച്ഛൻ ആശുപത്രി പോകാൻ നോക്ക്. ഒരു ദിവസം കുളിച്ചില്ലെന്നും പറഞ്ഞ് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴത്തില്ല. വേണ്ടെങ്കി വേണ്ട, എനിക്ക് വിശക്കുന്നു മോളെ. കുറച്ച് ചോറെടുത്തേ. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. എന്റെ അച്ഛ, തലവേദനയും പനിയായിട്ട് ഞാൻ ഇന്ന് കിടപ്പിലായിരുന്നു. ഇപ്പൊ എണീറ്റേ ഉള്ളൂ. ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അച്ഛൻ പോണ വഴിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ച. ചെറുക്കൻ പറഞ്ഞതേ വൈകുന്നേരം നിന്നെയും കൂട്ടി ചെന്നാ മതി എന്നാ. കുറച്ച് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്നേ. അവൻ അതല്ല, അതിന്റെ അപ്പുറം പറയും. അവിടെ ഒരു ആവശ്യം വന്നാൽ ആള് വേണം. അച്ഛൻ പെട്ടെന്ന് പോകാൻ നോക്ക്. എന്നാ അതാ നല്ലത്. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഒന്ന് മയങ്ങിയിട്ട് പോകാം. ഇയാളെന്റെ പുക കൊണ്ടേ അടങ്ങും. അച്ഛന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പോയാ മതി. എല്ലാം എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞതാ ശരി. ദേ, അപ്പു വരുമ്പോ ഞാൻ തിരക്കൊന്ന് പറയണം കേട്ടോ. അച്ഛൻ പോവാ. ശരി. അച്ഛൻ പോയില്ലേ? ഞാൻ രണ്ടടി വെച്ചപ്പോൾ വയറ് വല്ലാത്തൊരു വേദന. ഒന്ന് ബാത്റൂമിൽ പോയാൽ കൊള്ളാന്ന് തോന്നല്. അതങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഇവിടെ ബാത്റൂം ബ്ലോക്കായിരിക്കുക. അച്ഛനെ ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കും. അപ്പോട്ടെ അമ്പിളിയുടെ വീടല്ലേ? ഞാൻ ടി വി മെക്കാനിക് ശർമ്മയാ. ഇന്നലെ വിളിച്ച കംപ്ലൈന്റ് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു. അന്നേരം കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കംപ്ലൈന്റ് തന്നെ മാറി. ഈ അസമയത്ത് എന്താ ഈ ടി വി നന്നാക്കാൻ വന്നത്? മറ്റുള്ള വർക്കുകൾ തീർന്നപ്പോ നേരം പോയി. ഇവിടെ കൂടെ തീർത്തിട്ട് പോവാന്ന് കരുതി. എന്തായാലും എനിക്കിന്ന് പറ്റില്ല. വേറെ ജോലിയുണ്ട്. പോയിട്ട് നാളെ വാ. ചേച്ചി, ഞാൻ വളരെ ദൂരത്തുനിന്ന് വരുവാ. ഇതിനായിട്ട് ഇനിയും വരണ്ടേ? തന്നോടല്ലേ പറഞ്ഞത് എനിക്ക് പറ്റില്ലെന്ന്. ശരി, പോകാൻ നോക്ക്. അങ്ങനെ പറയല്ലേ ചേച്ചി, ഞാൻ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. തന്നോട് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? പോട്ടാ, ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. എവിടെ ആയിരുന്നു ഇതുവരെ? വണ്ടി പഞ്ചറായി പോയി, അതാ താമസിച്ചത്. അമ്പിളി പാറുവിനെ അമ്പലത്തിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. കണ്ടു. നല്ല ചേച്ചി, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ചേച്ചിയാ എനിക്ക് നമ്പറൊക്കെ തന്നത്. ഈ മാല ഓർമ്മയുണ്ടോ? വീട്ടിൽ വന്നപ്പോ കളഞ്ഞു പോയതാ. ഞാനിത് ഇവിടെ എല്ലാം തെരഞ്ഞു. 10 പവനാ അശോകൻ ചേട്ടനെ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങി തന്നാ എനിക്ക്. ഈ മാല അപ്പോട്ടിന്റെ കഴുത്ത് തന്നെ കിടന്നോട്ടെ. വേണ്ടമ്പളി,
ഈ മാല നിന്റെ കഴുത്തിൽ കിടന്നാൽ എന്ത് രസാണെന്നറിയാമോ? ഇത് ഇവിടെ തന്നെയാ കിടക്കണ്ടത്. നീ എന്ന് വീട്ടിൽ വന്നപ്പം ഈ കുട വെച്ച് മറന്നില്ലേ? കൊണ്ടുവന്നു പാറു കാണാതെ എന്ത് പാടുപെട്ട ഇത് ഞാൻ മാറ്റിയെന്നറിയാമോ? ഓഹോ, എന്തിനാ അപ്പോട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കുള്ളതല്ല അപ്പോട്ടനുള്ളതല്ലേ. വരാൻ താമസിച്ചപ്പോ ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയാവോ? അമ്പിളി, നീ അവളെ സ്നേഹിച്ച് വശീകരിക്കണം. സാരമില്ല, ഞാൻ വന്നല്ലോ. നിന്റെ സ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും എനിക്കറിയാം. ഒരു അളവുകോലിനും അളക്കാൻ പറ്റാത്ത അത്ര വിശാലമാണത്. ഈ പ്രപഞ്ചത്തിലെ 33 ദൈവങ്ങളെ ആണിയിട്ട് ഞാൻ പറയുക, അപ്പോട്ടനില്ലാതെ ജീവിതം എനിക്കില്ല. എന്റെ മരണം വരെ അപ്പോട്ടൻ എന്റെ കൂടെ ഉണ്ടാവും. നമ്മുടെ നഷ്ടപ്പെട്ട ജീവിതം നമ്മൾ ഇന്നിവിടെ തുടങ്ങുകയാണ്. എൻ്റെ മനസ്സ് മുഴുവൻ നീയാണ്. എൻ്റെ അവസാന ശ്വാസം വരെ നീ ഉണ്ടാവും. അമ്പിളി, നീ പോയി ഒരു ചായ എടുക്കും. ആ സജീവ, അങ്ങോട്ട് പോലെ. ഞാൻ നിന്നെ തിരക്കി നിന്റെ വീട്ടിൽ പോയിരുന്നു. നിന്റെ ഭാര്യ പറഞ്ഞു നീ ഇവിടെ കാണുന്നു. നിനക്കെന്താണ് ഇവിടെ കാര്യം? ഇതെന്റെ കൂട്ടുകാരന്റെ വീടാ. കണ്ട കള്ളനും തെമ്മാടിക്കും കയറി നിറങ്ങാനുള്ള വീടില്ലത്. നീ പറഞ്ഞ 20 പവന്റെ സ്വർണത്തിന്റെ കാര്യം എന്തായി? എടാ പതുക്കെ പറയടാ, അമ്പിളി അകത്തുണ്ട്. നീ ഒച്ചയെടുത്ത് വെള്ളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നിനക്ക് വേണ്ടത് സ്വർണ്ണല്ലേ? നീ നാളെ രാവിലെ വീട്ടിലേക്ക് വാ. സ്വർണ്ണ അവിടെയുണ്ട്. ഇത് അപ്പോടാ പറയണത്. അപ്പം നീ എന്നെ പറ്റിക്കാൻ പറയുക. കഴിഞ്ഞ തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞതാ. സ്വർണ്ണമില്ല, കാശുമില്ല. എനിക്ക് എന്റെ കാശിപ്പ് കിട്ടും. കിട്ടാതെ ഞാൻ പോയി. എടാ സജീവ, നീ എന്റെ കണ്ണിലേക്ക് നോക്കി. എടാ നീ എന്നെ വിശ്വസിക്കടാ. എടാ ഞാൻ അപ്പുവ പറയണേ. നിന്റെ സ്വർണ്ണവും കാശും ഒക്കെ ഞാൻ തരാം. നീ ഒന്ന് എഴുന്നേറ്റേ വന്നു. എടാ ഞാനാടാ പറ. നീ എഴുന്നേറ്റിടാ ഒന്ന്. എഴുന്നേറ്റേ. നീ പോയിട്ട് നാളെ രാവിലെ വാ. ഇനി നിനക്കത് വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ക്യാഷ് ഞാൻ ഇപ്പൊ തരും. ഈ സെക്കൻഡ് തരും. ഞാൻ നിന്നോട് കാര്യം പറയട്ടെ. എനിക്ക് എന്റെ മോളുടെ കല്യാണം നടക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് നിന്നെ വിശ്വാസം. എടാ അപ്പു വാക്ക് പറഞ്ഞ വാക്കാ. എന്റെ മകളെ എന്റെയും മകളല്ലേ? നീ ചെല്ല്. ഞാനല്ലേ ഉള്ളത്. വാ. എടാ ഞാനല്ലേ പറഞ്ഞ, നീ പൊക്കോ. ചെല്ലേ, പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. അപ്പോ എന്റെ മകളുടെ കാര്യ. എടാ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, നീ പൊക്കോ. എന്തെടുത്താ കളി? പോട്ട ആരോട് സംസാരിച്ചേ? അതെ, ഒരു പട്ടി എന്നെ കടിക്കാൻ വന്നേ. ഞാൻ ഒരു കല്ലെടുത്ത് ഒറ്റയേറി. അത് കുറച്ചുകൊണ്ട് ഓടിപ്പോയി. ചായ എടുത്തിട്ടുണ്ട്. അമ്പിളി, അച്ഛൻ ഓട്ടോയിൽ അങ്ങോട്ട് വരുന്നുണ്ട് ആശുപത്രിയിൽ പോവാൻ. നീ റെഡിയായി നിന്നോ? കണ്ണകി കാവേരിക്കരയിലെത്തി. ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചോ കണ്ണീർ കനകച്ചിലമ്പോ ചിലമ്പി.